നമസ്കാരം. ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ എടുത്തല്ലോ അഞ്ചലോട്ടി. 2 ദിവസം മുമ്പ് നമ്മളങ്ങ് കൺഫേംഡ് നെയ്മർ ടീമിൽ ഉണ്ടാകുമെന്ന് വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ബ്രസീലിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താ അറിയോ? അവസാന നിമിഷം വരെ കാർലോ അഞ്ചലോട്ടിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നെയ്മർ എടുക്കണോ, ജാവോ പെഡ്രോ എടുക്കണോ, ജാവോ പെഡ്രോ വേണോ, നെയ്മർ വേണോ. അപ്പോൾ ആ സംശയം ഉണ്ടാകാനുള്ള കാരണം നെയ്മർക്ക് കഴിഞ്ഞ കോർട്ടിപ്പിക്കെതിരെയുള്ള കളിക്കെതിരെ ആ കളിക്കിടെ അദ്ദേഹത്തിന് ഒരു നോക്ക് കിട്ടി, കാഫിന് പ്രശ്നമുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിൽ ആഞ്ചലോട്ടി പോയി എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎല്ലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അവസാന നിമിഷം വരെ 2 ലിസ്റ്റ് ആഞ്ചലോട്ടി തയ്യാറാക്കി വെച്ചിരുന്നു. ഒന്നിൽ നെയ്മർ ഉണ്ട്, ഒന്നിൽ നെയ്മർ ഇല്ല. അതായത് ദേശീയ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഡൗട്ട്ഫുൾ ആയിരുന്നു അൻറ്റിൽ ദി എൻഡ്. അവസാനം വരെ നെയ്മറെ വിളിക്കണോ ജാവോ പെഡ്രോയെ വിളിക്കണോ എന്നുള്ളതിൽ ഡൗട്ട് വരാനുള്ള കാരണം സാൻഡോസ് അദ്ദേഹത്തിൻ്റെ കാഫ് ഇഞ്ചുറിക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. അത് കോർട്ടിബയ്ക്കെതിരെയുള്ള മത്സരത്തിൽ സംഭവിച്ചതാണ്. ഈ സഫേഡ് സ്ട്രെയിൻ ഇൻ ദി മാച്ച് അഗെയിൻസ്റ്റ് കോർട്ടിബ. അപ്പോൾ ആ ഒരു എക്സാം ഡയഗ്നോസിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയഗ്നോസിസിൽ വന്നിട്ടുള്ള റിസൾട്ട് ഓഫ് ഡയഗ്നോസിസ് അത് കുറച്ച് ടെൻഷൻസ് ഉണ്ടാക്കി കോച്ചിങ് സ്റ്റാഫിന് ജസ്റ്റ് ബിഫോർ ദി അനൗൺസ്മെൻറ്റ്. പക്ഷെ പിന്നെ ലൈനപ്പ് ഒക്കെ റെഡിയായി, ഫുട്ബോൾ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ അതൊക്കെ ഇരിക്കുന്നു, രണ്ട് ലിസ്റ്റുകൾ. ആൻഡ് ദർ വാസ് എ റിയൽ ചാൻസ് ഓഫ് സ്വാപ്പിംഗ് നെയ്മർ ഫോർ ജാവോ പെഡ്രോ. പക്ഷേ ഇൻ ദി എൻഡ് ഇറ്റാലിയൻ കോച്ച് തീരുമാനിച്ചു നെയ്മറെ തന്നെ എടുക്കാം. ഇനിയിപ്പോൾ അഥവാ ഇടയ്ക്ക് വെച്ച് പരിക്ക് പറ്റുകയാണെങ്കിൽ ജാവോ പെഡ്രോയെ കൊണ്ടിരുന്ന തടസ്സമൊന്നുമില്ല, അതുകൂടി അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ടാവും. അതായത് 55 ലിസ്റ്റിലുള്ള താരങ്ങളെ എടുക്കാവുന്നതാണ് ഈ ആർക്കെങ്കിലും, ഈ ഫൈനൽ സ്ക്വാഡിലുള്ള ആർക്കെങ്കിലും പരിക്കുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടി കോച്ച് പരിഗണിച്ചിട്ടുണ്ടാവണം. നെയ്മർ ജൂനിയറെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് യുഎല്ലിൻ്റെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഇനി ആരാധകർ ഉറ്റു നോക്കുന്ന ഒരു കാര്യം, നെയ്മർ ഇപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് സാൻഡോസിന് വേണ്ടി കളിക്കുമെന്നുള്ളതാണ്. പരിക്കുന്ന സാധ്യതയൊക്കെ ഉണ്ട്. എന്തിനു വെറുതെ റിസ്ക് എടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നെയ്മർ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ലൂക്കാസ് മൂസൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. ഓൾറെഡി സാൻ ലോറൻസുക്കെതിരെ അടുത്ത കളിയുണ്ട്. ഈ മിഡ് വീക്കിലെ കളി അദ്ദേഹം കളിച്ചേക്കില്ല. അതിപ്പം പരിക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം എന്നുള്ളതുകൊണ്ടൊന്നുമല്ല. ആ കളിയിൽ ഇപ്പോൾ 0 ചാൻസാണ് ഇനി മുന്നോട്ട് പോകാൻ ഉള്ളത്. കോപ്പ സുഡാമേരിക്കാന, കോൺബോൾ സുഡാമേരിക്കാനയിൽ മുന്നോട്ട് പോകാൻ വളരെ നേരിയ സാധ്യത അല്ലെങ്കിൽ 0 ചാൻസാണ് ഇപ്പോൾ സാൻഡോസിനുള്ളത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് നെയ്മർ ജൂനിയർ പോകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇനി അദ്ദേഹം സാൻഡോസിന് വേണ്ടി വരുന്ന മത്സരങ്ങൾ കളിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ അധികമൊന്നുമില്ലെന്നേ. 27-ാം തീയതി അടുത്ത ബുധനാഴ്ച, ഈ ബുധനല്ല, നാളെയല്ല, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ബ്രസീലിൻ്റെ ടീം ക്യാമ്പ് തുടങ്ങും ഗ്രഞ്ചക്കുമഴയിൽ, ടെർസാപോളിസിലെ ഗ്രഞ്ചക്കുമഴയിൽ. അപ്പോൾ നെയ്മർ അവിടെ ജോയിൻ ചെയ്യും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഡ്രാഫ്റ്റ് ടോക്സിൽ എത്താം.